അപ്പൊ എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തവർക്കൊക്കെ നന്ദി, നമസ്കാരം. നമസ്കാരം. ഇന്ന് ഞാനൊരു ഈവനിങ് വ്ളോഗുമായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. ഏകദേശം ഒരു 5:45 6 കൂടിയിട്ടാണ് വീഡിയോ എടുക്കാന്നുള്ള തീരുമാനത്തേക്കൊക്കെ എത്തിച്ചേർന്നിട്ടുള്ളത്. ചോറ് ഇത്തിരി കമ്മിയാണ്, അപ്പോൾ കുക്കറിലൊരു 4 അരി അങ്ങോട്ട് വേവിച്ചെടുക്കാമെന്ന് കരുതി. റേഷൻ അരിയാണ്, പക്ഷെ നല്ല വേവുള്ള അരിയാണ് കേട്ടോ. അതുപോലെ മീൻ രാവിലെ കിട്ടിയാണ്, കള്ളമടി കാരണം കൊണ്ടും പിന്നെ കുറച്ച് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യണ്ടായിരുന്നു, അതുകൊണ്ടും അത് ഉച്ചാകുമ്പോഴത്തേക്ക് മാത്രമുള്ള ഓട വറുത്ത് ബാക്കി കല്ലുപ്പിട്ട് ഫ്രിഡ്ജിൽ വെച്ചാണ്. അപ്പോൾ കറി വെക്കണം, വറക്കണം, അങ്ങനത്തെ പണികളൊക്കെ കേട്ടോ. പച്ചമുളക് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അടുക്കളത്തോട്ടത്ത് പോയത്. പച്ചമുളക് ഒന്നും കിട്ടിയില്ല, പോയ പാട് തിരിച്ചുള്ളിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ മീൻ കറിക്കുള്ള പുളിയൊക്കെ പിഴിഞ്ഞ് വെച്ചാണ്. പുളി ഇത്രയും അധികം എടുത്തേണ്ട എന്താണെന്ന് കരുതരുത്, ചക്കരപ്പുളി ഉണ്ടാവില്ലേ, അതുമാതിരി ഒരു പുളിയാണേ, ഒട്ടും പുളിയില്ല. അപ്പോൾ കുറച്ച് അധികം എടുക്കണം, പുറത്തുനിന്ന് വാങ്ങിച്ചു ചെയ്യണം കേട്ടോ. അപ്പോൾ കുക്കറിൽ തന്നെയാണ് പുളിയും തക്കാളിയും പൊടികളും എല്ലാം ഇട്ടിട്ട് നമ്മൾ വിസിൽ വെക്കുകയാണ്. എന്നാൽ പിന്നെ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. അതുമാതിരി ഇതിൽ വിസിൽ വരുന്നില്ല, ഇത് ഞാൻ ഒഴിവാക്കിയ കുക്കറാണ്. അപ്പോൾ വീണ്ടും പുറത്തേക്ക് എടുത്തതാണ്. എന്താ പറയുക, എന്നിട്ട് ആ ഒരു കറി അങ്ങനെ വറ്റി തീരുന്നല്ലാണ്ട് വിസിൽ വരില്ല, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സ്റ്റവയിൽ ചോറും ഒരു സ്റ്റവയിൽ കറി ആയിക്കൊണ്ടിരിക്കേണ്ട നേരക്കൊണ്ടെങ്കിൽ ഞാൻ വേഗം തുണിയൊക്കെ മടക്കി അവരവരുടെ കൂടുകളിൽ ഇങ്ങനെ എടുത്തു വെക്കുകയാണ്. അച്ചൂട്ട ഉമ്മർത്തി ഇരുന്നിട്ട് പഠിക്കുകയോ എഴുതുകയൊക്കെ ചെയ്യാണ്. അപ്പോൾ ഇത്രയും നേരം അവൻ്റെ കൂടെ ഇരുന്നു. ആദ്യമാണ് അപ്പുറത്തെ റൂമിൽ അവൻ്റെ അസൈൻമെൻറ്റും പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുക. ഏട്ടൻ വരാൻ ഇത്തിരി കൂടെ ലേറ്റ് ആവുമായിരിക്കും. ഏട്ടൻ വരുന്നവരെയാണ് ഇവർ രണ്ടുപേരും ശരിക്കും മെനക്ക് പഠിക്കുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഏട്ടൻ വന്നു കഴിഞ്ഞാൽ TV വെച്ചിട്ടും ഫോൺ കളിച്ചിട്ടും അവരങ്ങനെ സമയം കളയും. അപ്പോഴത്തേക്കും എൻ്റെ എഴുത്തിയമ്മ മരുന്ന് കഞ്ഞിയൊക്കെ വെച്ച് അതിനെ വിളിച്ച് കൊടുത്തതാണ്. ഞാൻ മുന്നേ ഷോർട്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു സംഭവമാണിത് കേട്ടോ. മരുന്ന് കഞ്ഞിയുടെ കിറ്റേ നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ. പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന മരുന്ന് കഞ്ഞിയുടെ ടേസ്റ്റ് അതാവില്ല. ഞാനിങ്ങനെ ഈ മരുന്ന് കഞ്ഞി റെസിപ്പി ഷോർട്സിലും റീൽസിലൊക്കെ പോസ്റ്റ് ആക്കിയോണ്ട് അതിലൊക്കെ കുറച്ച് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. കർക്കിടകം കഴിയുന്നതിൻ്റെ മുന്നേലും ഇത്തിരി മരുന്ന് കഞ്ഞി ഉണ്ടാക്കുന്ന വീഡിയോ പോസ്റ്റ് ആക്കുമോ എന്നുള്ളത്. എന്നുവെച്ചാൽ ആർക്കെങ്കിലും ചിലപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം എന്ന് ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കാമല്ലോ എന്ന് കരുതിയിട്ടാവും. ഒരുപാട് പേര് ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ പല സ്ഥലത്തും പലരും പല രീതിയിലാണ് ഈ ഒരു മരുന്ന് കഞ്ഞി ഉണ്ടാക്കുക. അപ്പോൾ വീട്ടിലുണ്ടാക്കുന്ന ഈ മരുന്ന് കഞ്ഞി കുടിച്ചവർക്കുണ്ടല്ലോ, പുറത്തുനിന്ന് നമ്മൾ കിറ്റ് കിട്ടുമെന്ന് പറഞ്ഞില്ലേ, അതും വെച്ച് കഞ്ഞി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒട്ടും ഇഷ്ടാവില്ല. അത് കുടിക്കുമ്പോഴത്തേക്കും ആ മസാല കുത്തും, മരുന്നിൻ്റെ കുത്തും ഒക്കെ ഇങ്ങനെ ഫീലാവും. അപ്പോൾ അതിൻ്റെ സ്മെല്ലും കുടിക്കുമ്പോഴത്തെ ടേസ്റ്റൊന്നും ഇഷ്ടാവില്ല. വീട്ടിൽ ഉണ്ടാക്കാത്തവരാണെങ്കിൽ പിന്നെ ഫസ്റ്റ് ടൈം അല്ലേ, അപ്പോൾ പിന്നെ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. എനിക്ക് എന്തായാലും ഞാൻ പുറത്തുനിന്ന് ഒരു തവണ ട്രൈ ചെയ്തിട്ടുണ്ട് മേടിച്ചുണ്ടാക്കിയിട്ട്, പക്ഷെ എനിക്ക് ഇഷ്ടമായില്ല അത് കേട്ടോ. അപ്പം ഇതാവുമ്പോൾ എന്താ വെച്ചാൽ പച്ചമരുന്നുകൾ, അങ്ങനെ ഔഷധങ്ങൾ പറിച്ച് അതിൻ്റെ വേര് ചതച്ച് ഫ്രഷായിട്ട് ചേർക്കുന്നതാണ്. പിന്നെ കുക്കറിലൊന്നല്ല നമ്മളിത് വേവിക്കുക, അടുപ്പത്ത് തന്നെ ഈ ഒരു പച്ചമരുന്നും അരിയും എല്ലാം കൂടി വേവിച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ പിന്നെ അതിൻ്റേതായ ഒരു ഗുണം ഉണ്ടാവുമല്ലോ. കാര്യം പറയാണ്ട് കഴിഞ്ഞ വീഡിയോയിലേ ഇത് ഞാൻ തിന്നുമ്പോ എന്താ കരയാ കുത്തിരിക്കണ്ട വായില്. ആ ഏട്ടന അങ്ങനെ കുറ്റം പോലെ പറഞ്ഞതല്ല അത്. എന്ത് ആ ഏട്ടന കമന്റ്, ഇൻസ്റ്റാഗ്രാമത്തെ കമന്റ് അല്ലേ ഈ പറയുന്നത്? ആ ഏട്ടൻ വിചാരിച്ചിട്ടുണ്ടാവുമല്ലോ അതിലെന്റെ എക്സ്പ്രഷൻ കണ്ടപ്പോ ഭയങ്കര സങ്കടപ്പെട്ട് ബുദ്ധിമുട്ടി കുടിക്കുന്ന പോലെ. അപ്പൊ പറഞ്ഞു പോയതാണല്ലോ, അല്ലാതെ കുറ്റായിട്ട് വലിയൊരു കാര്യമായിട്ടല്ലല്ലോ. ഇൻസ്റ്റാഗ്രാമിലുണ്ടല്ലോ ഞാൻ ഈ മരുന്ന് കഞ്ഞി ചൂട്ടന് കോരി കൊടുക്കുന്നതായിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, ആ കുട്ടീനെ ഇതിനേക്കാളും നല്ലത് ആ കഞ്ഞിക്ക് അങ്ങോട്ട് തല പൂത്താണെന്ന് പറഞ്ഞിട്ട്, ചേച്ചി ഇത് ഇത്തിരി അധികം ആയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ എന്താ വെച്ചാൽ ഇത് നല്ലൊരു മരുന്ന് കഞ്ഞിയല്ലേ, സാധാ ഒരു കഞ്ഞിയല്ലല്ലോ, ഇത് കുടിക്കണത് നല്ലതുമാണ്. പിന്നെ അച്ചൂട്ടി ഒരു സാധനവും കഴിക്കില്ല, നമ്മൾ നിർബന്ധിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ അവനൊന്നും കഴിക്കില്ല. അപ്പൊ ചോളമൊക്കെ എത്ര നല്ലതാ, നല്ല ടേസ്റ്റുള്ള സാധനമാണ്, പക്ഷെ അച്ചു ചോളം കഴിക്കില്ല. ഇപ്പൊ ഞാൻ ഇതുപോലെ നിർബന്ധിച്ച്, ആദ്യം ഞാൻ തെറ്റിക്കഴിഞ്ഞാൽ മാത്രമാണ് അവനത് കഴിക്കുള്ളൂ. അങ്ങനെ നിർബന്ധിച്ച് ഒരു 2 ദിവസം കഴിച്ചപ്പോഴത്തേക്കും ഇപ്പൊ മൂപ്പര് ചോളം കണ്ടു കഴിഞ്ഞാൽ ഒരു കഷ്ണം, ഒരുപാടൊന്നുമില്ല, ഒരു കഷ്ണം എടുത്തിട്ട് കഴിക്കും. അപ്പൊ ആദ്യം രമേശ് ചേട്ടൻ പറയും, എന്തിനാ അവനെ നിർബന്ധിച്ച് അത് പഠിപ്പിക്കണത്, അവൻ കഴിക്കേണ്ട, അവന്റെ ഒരു കൂടി അവർക്ക് കഴിക്കാലോ എന്നാണ് അച്ഛൻ്റെയും ഇവന്റെ ഏട്ടന്റെയും ഒരു ചിന്ത. പക്ഷെ അതൊന്നും ഞാൻ സമ്മതിക്കൂല. എന്റെ കുട്ടിക്ക് എല്ലാ വിറ്റാമിനും കിട്ടണ്ടേ ഇല്ലേ? എന്റെ കുട്ടിയുടെ മുഖത്തെ വെള്ളപ്പാട് പോകാൻ വേണ്ടിട്ട് ഞങ്ങൾ അങ്ങനെയൊക്കെ കഴിക്കുന്നത്. അല്ലാണ്ട് ഞാൻ എന്റെ കുട്ടീനെ പീഡിപ്പിച്ചിട്ട് തിന്നിപ്പിക്കുന്നതെന്നല്ല. ഇനിയിപ്പൊ അങ്ങനെ പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല, തിന്നാൻ വേണ്ടിട്ടല്ലേ.
എന്റെ കുട്ടി തടിയൊന്നും ഇല്ല കണ്ടോ, എന്റെ കുട്ടിക്ക് ആരോഗ്യമല്ല. പിന്നെ കണ്ടോ ആരോഗ്യം ആരോഗ്യമൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടേക്ക് ഇങ്ങനെ വെള്ള കുത്തുണ്ട്. ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ അത് മൊത്തം പുള്ളിമാനാവും കേട്ടോ. ആദ്യം പറയല്ലേ ഇവരോട് കഴിക്കണ്ടെന്ന്, കഞ്ഞി കുടിക്കണ്ട പറയല്ലേ. ഈ ഷൂ എടുത്തിട്ട് വേടാ, അതിന്റെ പകുതിയുമ്പോ ഇരിക്കാൻ പറ്റും. അവിടെ ഉണ്ടായിരുന്നു പോയിക്കുന്നു. വാ ഞങ്ങൾക്കുണ്ടല്ലോ ഡൈനിങ് ടേബിളിന്റെ ചുറ്റും 4 ചെയറാണ് ഉണ്ടായിരുന്നത്. ഒരെണ്ണം രമേശ് ചേട്ടൻ പൊട്ടിച്ചു. മറ്റേതാരാ പൊട്ടിച്ച്? മറ്റേത് ആദ്യം പൊട്ടിച്ചു. ടി വി ആണുമ്പളേ കസാല ഒറ്റ വരും. വലിയ ചാരിരിക്കാൻ പറ്റുന്ന ചെയറാണേ. എന്റെ അച്ഛട്ടല്ലേ ഈ ചെയറിന് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ അതിലിരിക്കാണ്. ആദ്യം ഇരിക്കണ അറിയോ? നീക്ക് വെറുതെ കാണിക്ക എന്ന് വെച്ചാല് ഞങ്ങക്ക് ശരിക്ക് കാണിച്ചു തരാട്ടോ. ഇതുണ്ടോ, വെറുതെ ചെയറുള്ള പോലെ കാട്ടുക. ഇതൊക്കെയാണ് ഇവിടുത്തെ പരിപാടി. മേലെ സ്റ്റൂള് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് എടുത്തോണ്ടാ മടിക്കാണ് കുഞ്ഞാ. മറ്റേത് എടുത്തോടണേ, ഇതിന്റെ ചുറ്റുവിടുന്നതാണ് പൊട്ടിയിരുന്നത്. വേറെ പഴയ സ്റ്റൂളൊക്കെ ഇരിക്കുന്നുണ്ട്, പക്ഷെ അത് വേണ്ടാന്ന് എടുത്തോണ്ടാനുള്ള കള്ളമടി. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? അതിലേക്ക് കയറിയിരിക്കേ ഒന്നുകൂടി നീങ്ങി. അതെ ഇനിയിപ്പോ ഉള്ളത് പൊട്ടോ. വല്യമ്മോട് പറയും ഈ ഒരു മരുന്ന് നീ ഞങ്ങളുടെ മലപ്പുറം ഭാഗത്തില്ല കേട്ടോ. എന്റെ വീട്ടിൽ നിന്നൊന്നും കുടിച്ചിട്ടില്ല. പ്രസവിച്ചിറക്കുമ്പോൾ കൂടി അവിടെ ഉലുവക്കഞ്ഞി ഉണ്ടാക്കി തരും അമ്മ. പക്ഷെ ഇത് അടിപൊളി ടേസ്റ്റാ. ഇവിടെ വന്നിട്ട് എന്റെ മുത്തച്ഛിയാണ് എനിക്ക് ആദ്യമായിട്ട് മരുന്ന് കഞ്ഞി ഉണ്ടാക്കിയത്. ആദ്യമായിട്ട് മാത്രമല്ല, എല്ലായ്പ്പോഴും ഞാൻ ഒരു വട്ടത്തിൽ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്, ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ ഞാൻ ഇതിന്റെ റെസിപ്പി ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പൊ എനിക്കും കാണാമല്ലോ. ഞാൻ കുറച്ച് ദിവസം ഇങ്ങനെ വിചാരിക്കണം, എന്റെ അടുപ്പിൽ കത്തിക്കാൻ പറ്റുന്നില്ല. എന്റെ വീതരമത്തെ ടൈലിളകി എന്റെ വീതരമത്തെ ടൈലിളകി പോന്നിരിക്കുകയാണേ. അപ്പൊ ഒരു സുഖം ഉണ്ടാവില്ലല്ലോ വീഡിയോ എടുക്കുമ്പോ, ആകെ പൊട്ടിപ്പൊളിങ്ങിട്ടാ. അപ്പൊ ഞാൻ ഓർത്തു ഈ മൺചട്ടിയൊക്കെ മേടിക്കുന്നിടത്തുണ്ടാവില്ലേ മണ്ണിന്റെ ഇങ്ങനെ അടുപ്പുമാരി. അപ്പൊ എന്റെ അടുക്കള പുറത്ത് വെച്ചിട്ട് നല്ല കലത്തില് ഈ ഒരു മരുന്ന് കഞ്ഞിയൊക്കെ ഉണ്ടാക്കണ കാണിക്കാന്ന്. അപ്പൊ ഒരു ദിവസം മരുന്ന് കഞ്ഞി വെച്ചിട്ട് എന്റെ മൂത്തച്ഛിക്ക് കൊടുക്കണം. ഒരു ദിവസമെങ്കിലും കൊടുക്കണ്ടേ, ഡെയിലി എന്റെ എടുത്തേമ്മ എനിക്ക് വെച്ച് തരും. അപ്പൊ നിങ്ങൾക്കൊക്കെ ഉണ്ടോ അങ്ങനത്തെ മൂത്തച്ഛിമാര് ഇങ്ങനെ മരുന്ന് കഞ്ഞിയൊക്കെ ഉണ്ടാക്കി? ഞാൻ എഴുത്തിയമ്മയുടെ അവിടെ നിന്ന് ഇങ്ങനെ വർത്താനം പറയും. എഴുത്തിയമ്മ മരുന്നൊക്കെ ഇങ്ങനെ അമ്മീമ്മ അരയ്ക്കും. ഞാൻ നോക്കി നിന്നിങ്ങനെ വർത്താനം പറയുന്നല്ലാണ്ട് അരച്ചു കൊടുക്കും. ഞാൻ മെനക്കെട്ടിട്ട് കാര്യമില്ല, അത് സമ്മതിക്കൂല. പിന്നെ എന്താട്ടാ, അങ്ങനത്തെ ഒരു മുത്തച്ഛിയാണ് ഗീസയ്ക്കുള്ളത്. പണ്ട് ഇതൊക്കെ കേട്ടോ, മുത്തച്ഛന്മാര് വേറെ ഉണ്ടേ. പണ്ട് ഇത് വായിൽ വയ്ക്കുമ്പോ കുട്ടി ഛർദ്ദിച്ചായിരുന്നു. ഇപ്പൊ കുട്ടി കഴിക്കണ്ട. അപ്പൊ അമ്മമാര് മക്കളെ കുറച്ചൊക്കെ നിർബന്ധിച്ച് കഴിപ്പിക്കണം. അയ്യോ എന്റെ ഹസ്ബൻഡ് വിളിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഫോൺ എടുക്കട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ ഇന്നത്തെ വീട്ടു സാധനങ്ങൾ കട്ടാവും ഗൈസ്. അച്ഛനൊക്കെ വിളിച്ച് കട്ടാക്കിയിട്ടുണ്ട് ഗൈസ്. അതുമാതിരി നമ്മളിപ്പോ ലാസ്റ്റ് പോസ്റ്റ് ചെയ്തിട്ടുള്ള ലോങ് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും പ്രത്യേകം താങ്ക്സ് പറയാൻ കേട്ടോ. കാരണം നമുക്ക് ലോങ് വീഡിയോസിന് ഒട്ടും യൂസ് ഇല്ല. ഷോർട്സ് ആണെങ്കിൽ കുറെയൊക്കെ ആൾക്കാർ കാണുന്നുണ്ട്, ലൈക്ക് ചെയ്യുന്നുണ്ട്, കമന്റ് ചെയ്യുന്നൊക്കെ ഉണ്ട്. പക്ഷെ ലോങ് വീഡിയോസിന് ഒട്ടും ഒരു ഇതില്ല, ഇമ്പ്രൂവ്മെന്റ് ഇല്ല, അങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ്. പിന്നെ 2, 3, 4 ദിവസം കൊണ്ടൊക്കെയാണ് ചിലപ്പോൾ ഒരു കേടെ മുകളിലൊക്കെ ആൾക്കാർ കാണുന്നത്. അല്ല അതന്നെ എന്നെ സംബന്ധിച്ച് അതൊക്കെ വലിയ കാര്യം കേട്ടോ. ഒരു കേന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഹാപ്പി ആവും. പക്ഷെ ഒരു കേ എത്താൻ 2, 3, 4, 5 മാറും ചിലപ്പോ ഒരാഴ്ച. സപ്പോർട്ട് ചെയ്യാം. നമ്മളെ വീഡിയോ കാണാന് ഇപ്പൊ ആ കാണുന്ന ആൾക്കാർക്ക് ഇഷ്ടം വേണ്ടേ? ചിലവരുടെയൊക്കെ വീഡിയോ വ്ളോഗ് കാണാൻ നല്ല ഇഷ്ടം തോന്നുമ്പോഴാണ് വീണ്ടും കാണുക. നമുക്കങ്ങനെ നല്ല കണ്ടന്റും ഇല്ല. നമ്മളെങ്ങനെ എത്ര നേരം കണ്ടിരിക്കുക, ബോറടിക്കൂലേ? അതാ. അപ്പൊ നമുക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കില് അല്ലേ ഞങ്ങളെ വീഡിയോ എങ്ങനെയെങ്കിലും കണ്ട് സഹിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഞങ്ങള്. എന്താ ചെയ്യാ, ഞങ്ങൾക്ക് വലിയ കണ്ടന്റും കാര്യങ്ങളും ഒന്നുമില്ല. പൊട്ട വീഡിയോ ആണ്, നിർബന്ധിച്ച് കാണിക്കുന്നതിൽ വിഷമൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് പിടിച്ച് നിൽക്കണം, നിലനിൽപ്പ് വേണം. അതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ നിങ്ങളുടെ അടുത്ത് ഡെയിലി ഇതിങ്ങനെ പറയുകയാണ് കേട്ടോ. നമുക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കാണും, അല്ലെങ്കിൽ കുറച്ചൊക്കെ കണ്ടിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പൊക്കോളൂ അല്ലേ? പരസ്യം വരുമ്പോ മാറ്റരുത്. പരസ്യം വരുമ്പോ നിങ്ങൾ മാറ്റരുത്. അത് മാത്രം ചെയ്താൽ. അതെ, അത് മാത്രം നിങ്ങൾ ചെയ്യരുത്. അത് മാത്രം ചെയ്യണം എന്നല്ലേ? അതെല്ലാം ചെയ്യട്ടെ. എന്ത് പരസ്യം വരുമ്പോ മാറ്റരുത്. ആയിക്കോട്ടെ. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ഇനി ഞങ്ങൾക്ക് കുറച്ചും കൂടി ഉണ്ട് പഠിക്കാൻ. ഞങ്ങളെ എഴുത്തും കുത്തൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞങ്ങള് മേലൊക്കെ കഴുകി കഴിഞ്ഞപ്പോ തന്നെ എഴുതാനുള്ളതൊക്കെ എഴുതി. ഇനി കുറച്ചും കൂടി പഠിക്കാണ്ട്. അപ്പൊ ഈ മരുന്ന് കഴിഞ്ഞാൽ കുടിച്ചു കഴിഞ്ഞിട്ടേ
നിൻ്റെ അച്ചൂട്ടായിരുന്നു പഠിക്കും. രമേശ് ചേട്ടൻ വന്ന് വരുന്ന വരേക്കും അവൻ ഇരുന്ന് പഠിക്കും. അപ്പം എനിക്ക് കുറച്ച് പണിയുണ്ട്. ഞാൻ ചോറൊക്കെ തിളപ്പിച്ച് വറക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് മീൻ നന്നാക്കണം. അപ്പം അങ്ങനെയുള്ള പണികളൊക്കെ എടുക്കട്ടെ കേട്ടാ. മീൻ അച്ഛൻ നേരത്തെ കൊടുത്തിട്ടുണ്ടോ? ഞാൻ നന്നാക്കാനിട്ടാ ഞാൻ കാണില്ലല്ലോ. എവിടെ വിളിച്ചു നമുക്കൊരു സംഭവം കാണിച്ചു കുഞ്ഞാ ഇവന്റെ ആസ്തി പക്ഷെ അത്ര പാടുന്നില്ല. ടാറ്റു ഉണ്ടോ? എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ടാറ്റു അടിക്കാന്. സന ടാറ്റു അടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വി വ്ലോഗ്സ് ഉണ്ടല്ലോ അവരൊക്കെ ടാറ്റു അടിച്ചിട്ടുണ്ട്. എന്റെ ആഗ്രഹം എന്താണെന്ന് അറിയാം, ഞാനൊരു തീം കോപ്പിയാണേ വേറെ ആൾ ചെയ്യുന്നത് കണ്ടിട്ട് അത് ഞാൻ ഇൻസ്റ്റയിൽ ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്താ അറിയോ, ഒരമ്മ ഇങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞിക്കുക എന്നുവെച്ചാൽ ഒരു മലമാതിരി നല്ല ഭംഗിയുള്ളൊരു പച്ചപ്പാർന്നൊരു സ്ഥലം. ഒരു അമ്മ ഇങ്ങനെ നിൽക്കുക, എന്നിട്ട് രണ്ടു പുറത്ത് ഇങ്ങനെ മക്കളെ ഇങ്ങനെ തോളിൽ കഴിച്ചിട്ട് ഇങ്ങനെ വിജനതയിലേക്ക് നോക്കി നിൽക്കുക. ബാക്ക് മുടിയൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് ബാക്ക് അങ്ങനെ. അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ 4 പേരും കൂടി ഉള്ള എന്തെങ്കിലും രൂപം മാത്രം എന്ന് വെച്ചാൽ അങ്ങനെ ഇവന്റെയും ആദ്യനെയും അങ്ങനെ തന്നെ ഇങ്ങോട്ട് അങ്ങനെയല്ല. എന്റെ ലൈഫിലുണ്ടല്ലോ എനിക്കും നമുക്കിപ്പോ ഈശ്വരൻ എല്ലാവർക്കും ഓരോരോ റോള് തന്നിട്ടുണ്ടല്ലോ ലൈഫിൽ ജീവിക്കാനായിട്ട്. എന്ന് വെച്ചാല് മകളായി ആദ്യം, പിന്നെ ചേച്ചിയായി, അച്ഛമ്മയുടെ അച്ഛച്ചയുടെയും പേരക്കുട്ടിയായി, പിന്നെന്താ അനിയത്തിയായി, ഭാര്യയായി, അമ്മയായി, ഒരുപാട് റോള് ആക്ട് ചെയ്യുന്ന ഒരാൾക്കാരാണ് നമ്മൾ ലൈഫിൽ അല്ലേ. അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു റോളെന്ന് പറഞ്ഞാൽ അത് എൻ്റെ ചേച്ചിയുടെ അനിയത്തി. അത് അങ്ങനെ തന്നെയാണ്. എൻ്റെ ചേച്ചിയെ കഴിഞ്ഞേ എനിക്കുള്ളൂ. അവളെൻ്റെയാണ്, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ എനിക്കങ്ങനെ അതൊന്നും അല്ലാണ്ട് നമുക്ക് ആത്മബന്ധം കാര്യങ്ങളെക്കാളൊക്കെ അപ്പുറം എൻ്റെ ഈ ജീവിതത്തിൽ എനിക്ക് ഈശ്വരൻ തന്ന കഥാപാത്രങ്ങളിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് ഞാൻ അമ്മയായിട്ടുള്ളതാണ്, അമ്മ എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഞാൻ ഓർത്തു ഒരു ടാറ്റു അടിക്കുകയാണെങ്കിൽ ഇങ്ങനെ എൻ്റെ മക്കളെ ഇങ്ങനെ തോളിൽ പിടിച്ചു നിന്നിട്ട് ഞാനിങ്ങനെ നിൽക്കുന്നത് അങ്ങനെ. പക്ഷെ അപ്പോൾ അതിൽ ഏട്ടനില്ലാതെ ആകുമ്പോൾ എനിക്ക് സങ്കടമാണ്. അപ്പോൾ പിന്നെ ഞാൻ ഓർക്കുന്നു അത് വേണ്ടാന്ന്. ഏട്ടൻ പറയുമോ ദുഷ്ടേ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലോടി എന്നൊക്കെ പറയും. എന്നിട്ടല്ലോ കർക്കിടക കഞ്ഞി മാത്രമല്ല, ഇന്ന് ഞാൻ കർക്കിടക കുറി പോലും തൊട്ടിട്ടുള്ള ദിവസമാണ്. ഞാൻ ആദ്യമായിട്ടാണ് മുക്കുറ്റി വെച്ചിട്ട് ഇങ്ങനെ ഈ ഒരു കുറി ഇടുന്നത്. കുറേ പേര് ഇങ്ങനെ ചെയ്യുന്നത് കണ്ടു എന്നല്ലാണ്ട് ഞാൻ അതുവരെ ചെയ്തിട്ടില്ല. ഇന്ന് ഞാനിങ്ങനെ ഈ ജനലിൻ്റെ അരികെ നിന്നിട്ടേ ഞാനിങ്ങനെ ഫോണൊക്കെ ജനലിൽ വെച്ച് വീഡിയോ ചെയ്യുമ്പോൾ ഉമ്മറത്തുനിന്ന് എൻ്റെ വലിയ എഴുത്തിയമ്മ ഡോക്ടറെ അടുത്ത് പോകാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എഴുത്തിയമ്മ മുറ്റത്തുനിന്ന് ഒരു മുക്കുറ്റിയൊക്കെ എടുത്ത് കയ്യിലൊക്കെ ഉരച്ച് പൈപ്പിൽ നിന്ന് കുറച്ച് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോഴേ പെട്ടെന്ന് പാട്ട് കേട്ടിട്ട് ഇങ്ങനെ രശ്മിയെ വിളിച്ചപ്പോൾ ഞാൻ തുറന്നപ്പോൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ വീഡിയോ ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ എഴുതുമ്പോൾ ജനലിക്കോടെ എനിക്ക് കാണിച്ചു തന്നെയാണ് മുക്കുറ്റി കുറിയിട്ടോളാൻ പറ്റും. അപ്പോൾ ഞാൻ അതെടുത്ത് ഇങ്ങനെ തൊട്ടു. ഞാൻ തന്നെ ജനലിക്കോടെ എൻ്റെ മൂത്തച്ഛിക്ക് കുറിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇന്ന് ഞാനൊരു മുക്കുറ്റിക്കുറി തൊട്ടിട്ടുണ്ട്. എനിക്കിഷ്ടമായി. രാവിലെ തൊട്ടയാണ് മുക്കുറ്റിയാണ്. മുക്കുറ്റി പച്ച നല്ല രസമല്ലേ കാണാൻ? കറുത്ത കുറിയാ തോന്നുന്നു. പോകുന്നേ ഇല്ല. രാവിലെ 3 മുക്കുറ്റിയാ 4 മുക്കുറ്റിയാന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ ഞാൻ ടാറ്റോയുടെ കാര്യം പറഞ്ഞില്ലല്ലോ. എനിക്ക് നേരത്തെ ഫുള്ള് പറഞ്ഞില്ലേ ഉണ്ണി പോയി പഠിച്ച. പിന്നെ ഞാൻ വർത്തമാനം പറയല അവിടെ നിർത്തിയിട്ടാ. കാരണം എൻ്റെ ചെക്കൻ എൻ്റെ അടുത്ത് പോണില്ല. അപ്പോൾ പിന്നെ അവൻ്റെ കൂടെ തന്നെ പോയിരുന്നു. കുറച്ചേരും കൂടെ അവനെ പഠിപ്പിക്കാനൊക്കെ കൂടി. എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കെട്ടിയവൻ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അച്ചൂട്ടനെ ഈ സൈക്കിളിൻ്റെ ടയറിൽ കാറ്റടിക്കാൻ വേണ്ടി ഒരു പമ്പ് കൊണ്ടുപോകാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇത്രേ. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഏട്ടൻ അത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നിനക്ക് കൊണ്ടുവന്നതല്ല, എൻ്റെ സ്കൂട്ടിയുടെ ടയറിൽ കാറ്റടിക്കാൻ വേണ്ടി നമുക്ക് പറഞ്ഞ് രണ്ടുകൂടെ തല്ലു പിടിക്കുകയാണേ. ഏട്ടൻ്റെ വണ്ടിയുടെ ഒച്ചേട്ടാണ്ടല്ലോ. അച്ചു ആദ്യം ഏത് മുക്കിലാണെങ്കിലും അവിടെ നിന്ന് ഓടി ഉമ്മർത്തെത്തും കേട്ടോ. ആദ്യം വന്നിട്ടുണ്ട് എൻ്റെ ഫോൺ മേടിച്ച് വീഡിയോ എടുക്കുന്ന അവനാണേ. കൂടെ ഞാനും ഓടിയെത്തും. ഏട്ടൻ എന്താ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് നമുക്ക് നോക്കണ്ടേ, അതിന് വേണ്ടിയിട്ടോ. ഏട്ടൻ ഉള്ളിക്ക് തന്നെ വരുന്നതെന്നൊക്കെ നമുക്കറിയാം. എന്നാലും ഒരു തത്രപ്പാടാണ് വൈകുന്നേരം ആ വരുന്ന നേരത്ത്. ഏട്ടൻ പറയും പകലൊക്കെ ഞാൻ വരുമ്പോൾ തള്ളയും മക്കളും ഇങ്ങനെ ഓടി വരാറൊന്നുമില്ലല്ലോ. വിളിച്ചു കഴിഞ്ഞാൽ അതാ അടുക്കളപ്പുറം തുറന്നു ഉമ്മറം തുറന്നു ഉള്ളിക്ക് വാന്നൊക്കെയാണല്ലോ പറയുക. വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ 3-നും എന്തോ ഒരു സ്നേഹമാണ്. ഇതൊക്കെ ഇപ്പോൾ എന്താണെന്നൊക്കെ എനിക്ക് നല്ല ബോധ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഇന്നാണെങ്കിൽ ഓടിച്ചെന്നിട്ട് കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ഓരോ മഞ്ച് മാത്രമേ കൊണ്ടുവന്നിരുന്നുള്ളൂ, അധികമൊന്നും കൊണ്ടുവന്നിട്ടില്ല. ചില ദിവസം അങ്ങനെയാണ്, ഓരോ ദിവസത്തെ പണിക്കൂലി കിട്ടുന്നതിനനുസരിച്ചാണ് സാധനങ്ങൾ കൊണ്ടല് അങ്ങനെയൊക്കെ.
ഇപ്പം എന്നായിട്ടുണ്ടല്ലോ കുറച്ചധികം മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. രാത്രിയല്ല കൊണ്ടുവന്നേട്ടോ, രാവിലെയാണ് കൊണ്ടുവന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉച്ചാകുമ്പത്തേക്കുള്ളത് ഞാൻ അങ്ങനെ ഒരോടെ വറുത്തു. പിന്നെ നന്നാക്കാൻ നിന്നില്ല, അങ്ങനെ ഫ്രിഡ്ജിക്ക് വെച്ചു. പിന്നെ എനിക്കത് ഓർമ്മയുണ്ടായില്ല. പിന്നെ എനിക്ക് വൈകുന്നേരമാണ് ഊണ് കഴിക്കാൻ നേരം എപ്പോഴാണ് ഓർത്തത്, ഞാൻ മീനൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നുള്ള കാര്യം. ഈയിടെയായിട്ട് മറവി കൂടി ഞാനൊരു അങ്ങേ തലയിൽ എത്തിയിട്ടുണ്ട് എന്ന് വേണേൽ പറയാം. അപ്പോൾ ഞാൻ ആ മീനൊക്കെ എടുത്ത് നന്നാക്കുമ്പോൾ എൻ്റെ അനിയത്തി ഫോൺ ചെയ്തായിരുന്നു. അപ്പോൾ ലൗഡ് സ്പീക്കർ ഇട്ടിട്ട് ഫോൺ എടുത്തട് വെച്ചു. അതുകൊണ്ട് വളരെ സ്പീഡിൽ എൻ്റെ മീൻ നന്നാക്കൽ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ മീനൊക്കെ നന്നാക്കി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഓൾറെഡി നേരത്തെ തന്നെ മീൻ കറി വയ്ക്കാനുള്ള പുളിയൊക്കെ കുക്കറിൽ വറ്റിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് പണിയൊക്കെ എളുപ്പമാണ്. അതുപോലെ ഇതിലേക്കുള്ള ഉള്ളിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോഴത്തേക്കും എൻ്റെ ചെക്കന്മാർക്ക് തിരക്ക് കൂട്ടാൻ തുടങ്ങിയിട്ട് അമ്മ വിശന്നിട്ട് വയ്യ വേറെ റെഡിയാക്കി കാട്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൽ പുതിയാപ്ലക്കോര മീനും പിന്നെ മുള്ളമ്മ ഉണ്ടാവില്ലേ, അതുമാതിരിയുള്ളൊരു മീനുമാണ് ഉണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല മീനുണ്ട്. എന്താ വെച്ചാൽ ഉച്ചാകുമ്പത്തേക്കും നല്ലൊരു ഓട വറുത്തിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ ബാക്കി ഇത്രയും ഉണ്ടെങ്കിൽ അത്യാവശ്യം ഒരു 2 കിലോനൊക്കെ ഉണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇത് കറിക്കുള്ളതാണ് കേട്ടോ. കറിക്കുള്ളത് ഞാനൊരു പാത്രത്തേക്ക് ഇട്ടു. അപ്പോഴത്തേക്ക് ഏട്ടൻ പച്ചമുളകും കൊണ്ടുവന്നിരുന്നു. നേരത്തെ മുളകില്ലാത്തതുകൊണ്ടാണ് ഞാൻ എൻ്റെ അടുക്കളത്തോട്ടത്തിലൊക്കെ പോയി നോക്കിയത്. ഇപ്പോൾ ഏട്ടൻ വന്നപ്പോൾ കൊണ്ടുവന്ന പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കീറിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതൊക്കെ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കുക്കറിൽ വറ്റിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മുളക് വെള്ളം ഉണ്ടല്ലോ, പുളിവെള്ളം, അതിങ്ങനെ അതിലോട്ട് പാർന്നു കൊടുക്കുകയാണ്. ഇങ്ങനെ കുക്കറിൽ വറ്റിച്ചെടുത്താലേ ആ തക്കാളിയും പുളിയും പൊടികളൊക്കെ നല്ല രീതിക്ക് പിടിച്ചോളും. അപ്പോൾ അതിലോട്ട് ആ മീനിട്ട് വേവിക്കുമ്പോഴും അത് നല്ല കുറുക്കം കിട്ടും. പക്ഷേ ഞാൻ ഇത്തിരി നീട്ടുന്നുണ്ട്, എന്താ വെച്ചാൽ എനിക്ക് നാളത്തേക്കും കൂടെ വേണം, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പരുവത്തിൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ മീൻകറി സെറ്റായി അടിപൊളിയാവും. ഈ ഒരു പരുവത്തിൽ തേങ്ങാപ്പാൽ ഒഴിക്കുകയാണല്ലേ. പക്ഷെ ഇന്നിപ്പോൾ ഞാൻ എന്തായാലും തേങ്ങാപ്പാലൊന്നും ഒഴിക്കണില്ല. തേങ്ങ പൊളിച്ച് ചിരകി പാലെടുത്തിട്ട് വേണം. അപ്പോൾ അതിനൊന്നും നേരമില്ല. അത്യാവശ്യം നല്ല നേരം വൈകിയായിരുന്നു. നാളെ തന്നെ കുട്ടികൾക്ക് സ്കൂളുള്ളതല്ലേ, നേരത്തെ കിടത്തണ്ടേ. അപ്പോൾ തൽക്കാലം ആ കാര്യങ്ങളൊക്കെ അവിടെയാണ് നിർത്തി. എന്നിട്ട് മീനിക്കുള്ള അരപ്പ് റെഡിയാക്കുകയാണ് കേട്ടോ. ഉള്ളിയുണ്ട്, പിന്നെ പൊടികളെല്ലാം ഇട്ടിട്ടുണ്ട്. കുറച്ച് സുർക്കയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ ചേർത്ത് നല്ലോണം മസാലയൊക്കെ ഇളക്കി. മസാല നല്ലോണം അതിൽ പിടിക്കാൻ ഫ്രിഡ്ജിലൊന്നും വെക്കാനുള്ള നേരമില്ല. പൊടികളൊക്കെ ഇട്ടേം പാട് തന്നെ ഞാൻ നല്ലൊരു വറക്കുകയാണ് ഉണ്ണിക്ക് കഴിക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. വെളിച്ചെണ്ണയിൽ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൽ മീനൊക്കെ പരത്തി കൊടുത്തു കേട്ടോ. ബാക്കിയുള്ള മീൻ ഞാൻ അങ്ങനെ ഫ്രിഡ്ജിക്ക് വെച്ചു. നമുക്കതിങ്ങ് നാളെ എടുക്കാമല്ലോ. നാളത്തേക്ക് അരവൊക്കെ നല്ലോണം അത് പിടിക്കട്ടെ. എൻ്റെ ഫോണിൽ സാധാരണ ഞാൻ ഈ സൗണ്ട് കൊടുക്കുന്ന സമയത്ത് ഒരു കുഞ്ഞ് മൈക്ക ഉപയോഗിക്കാറുണ്ടായിരുന്നു കേട്ടോ. ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ അത് ഫോണിലിപ്പോൾ കുത്തി കൊടുക്കുമ്പോഴത്തേക്കും ഓക്കെ ആവണില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുത്തി കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളെന്തെങ്കിലും സംസാരിച്ചാൽ ആ വോയിസ് കിട്ടുന്നേ ഇല്ല. ഒന്നെങ്കിൽ മൈക്കയുടെ പ്രശ്നമായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ കുത്തി കൊടുക്കുന്ന ഭാഗമില്ലേ ഫോണിൻ്റെ, ആ ഒരു ഭാഗത്തിന് എന്തോ പണി കിട്ടിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഏറ്റവും അടുത്തൊരു ദിവസം തന്നെ അത് കടയിൽ കൊണ്ടുപോയി കൊടുത്ത് ശരിയാക്കണം. അപ്പോൾ എങ്ങനെയുണ്ട് ഇതിൻ്റെ വോയിസ് കൊടുത്തത്, ഭയങ്കര ബുദ്ധിമുട്ടുണ്ടോ കേൾക്കുമ്പോഴത്തേക്കൊന്നും എനിക്കറിയില്ല. ക്ലിയർ ഉണ്ടോ, ക്ലാരിറ്റി ഉണ്ടോ, സൗണ്ട് വോളിയം ഉണ്ടോ എന്നൊന്നും. എന്താ പറയുക, മൈക്ക് ക്ലിയർ ചെയ്ത് മൈക്ക് വാങ്ങിയിട്ട് ഫോൺ നേരെയാക്കിയിട്ട് ചെയ്യാന്ന് വെച്ചാൽ ലേറ്റ് ആയല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇങ്ങനെ അങ്ങോട്ട് വീഡിയോ ആക്കി പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ അത്രയൊക്കെ വിശേഷങ്ങളേ ഉള്ളൂ കേട്ടോ. മീൻകറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിനേക്കാൾ ടേസ്റ്റ് ആയതേ പിറ്റേ ദിവസം ഞാനിതിൽ തേങ്ങാപ്പാൽ ഒഴിച്ചപ്പോഴാണ് കേട്ടോ. അത് വീഡിയോ എടുത്തിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ കാര്യം കൂടി എടുത്തിട്ടേ ഉള്ളൂ. അച്ചൂട്ടൻ ആ ഒരു മീൻ വറുത്ത ചട്ടിയിൽ തന്നെ ചോറിട്ട് പരച്ചാണ് കഴിച്ചത്. ആദ്യമായിട്ടും ഞാനും ഒക്കെ മീൻ കറി കൂട്ടിയിട്ട് കഴിച്ചേട്ടോ. എനിക്ക് ചോറൊക്കെ വിളമ്പി വെച്ചിട്ട് മേലെ എഴുകി വന്നിട്ടാണ് ഞാൻ കഴിച്ചേട്ടോ. എന്താ വെച്ചാൽ അത്രയും മുഷിങ്ങിയിട്ടുണ്ടായിരുന്നു. ഉണ്ണിയോളും ഏട്ടനും എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടെന്ന് ഓർത്ത് ഞാൻ അവർക്ക് വേഗം കൊടുത്തതാണ്. നാളെ സ്കൂളുള്ളതല്ലേ, നേരത്തെ എണീക്കണ്ടേ. ഇപ്പം തന്നെ സമയം ഇന്നത്തെ പണികളൊക്കെ വരിക കാരണം കൊണ്ട് 10:45 ആയിരുന്നു ഞങ്ങൾ കഴിക്കാറുന്നപ്പോഴത്തേക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ വിശേഷമേ ഉള്ളൂ. ഇത്രയും വിശേഷമുണ്ട്. എനിക്ക് ഒരുപാട് ബോറടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരോടും ടാറ്റ ബൈ ബൈ.